السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد. وقال الله سبحانه وتعالى في قرآنه المجيد: والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. صدق الله مولانا العظيم. ഏറ്റവും സ്നേഹസമ്പന്നരായ കാരണവന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, വിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും പവിത്രമായ ഇരപകലുകളിലാണ് നമ്മൾ ഉള്ളത്. അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് നമ്മൾ വിശുദ്ധ റമളാനിനെ വരവേറ്റു. ഈ സമയം വരെ നോമ്പെടുത്തുകൊണ്ട് മറ്റു ആരാധനാകർമ്മങ്ങളിൽ നിരതരായിക്കൊണ്ട് ജീവിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്നും ഇത് വലിയ സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നാളെ ഇങ്ങനെയുള്ള നന്മകളെ കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കൊരു ശുപാർശകരായി പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള അമലുകൾ അള്ളാഹു ഈ വിശുദ്ധ റമളാനിൽ നമ്മിൽ നിന്നും വരുത്തി തീർക്കുമാറാവട്ടെ. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിമ ആണല്ലോ നമ്മുടെ ചർച്ച. ആരായിരിക്കണം അള്ളാഹുവിൻ്റെ അടിമ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ ഓരോ വിഷയങ്ങളായി ഓരോ ദിവസത്തിലും നമ്മൾ പരാമർശിച്ചു. ഇന്ന് ഇബാദുർ റഹ്മാൻ ആരാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്: വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവർ സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിൽ ലം യുസ്രിഫു, അവർ അമിതം കാണിക്കുകയില്ല. വലം യഖ്തുറു, എന്നാൽ അവരുടെ സമ്പത്ത് അവർ ഒളിപ്പിച്ച് വെച്ച് പിടിച്ചു വെക്കുന്ന രൂപത്തിലാണോ? അല്ല, അവർ പിടിച്ചു വെക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമ, അമിതവ്യയം കാണിക്കുക ചെയ്യാതെ, പിടിച്ചു വെക്കാതെ, രണ്ടിനുമിടയിൽ മിതത്വം പാലിക്കുന്നവനാണ് ഇബാദുർ റഹ്മാൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ചിലവഴിക്കുന്നുവെങ്കിൽ നമ്മൾ അതിൽ മിതത്വം പാലിക്കണം. ഒരിക്കലും നമ്മൾ അമിതമായി ഒരു വിഷയത്തിലും ചെലവഴിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. എന്നാൽ നമുക്കുള്ള സമ്പത്ത് അതിങ്ങനെ കുന്നുകൂട്ടി അല്ലെങ്കിൽ അത് എടുത്തു വെച്ച് അത് ആർക്കും ഉപകാരം ലഭിക്കാത്ത രൂപത്തിൽ പിടിച്ചു വെക്കണോ? വിശുദ്ധ ഖുർആൻ പറയുന്നു: വലം യഖ്തുറു, അതൊരു മുസ്ലിമിൻ്റെ സ്വഭാവമല്ല പിടിച്ചു വെക്കുക എന്നുള്ളത്. വകാന ബൈന ദാലിക ഖവാമ, ഈ രണ്ടു നിലപാടുകൾക്കും ഇടയിലുള്ള മധ്യ നിലപാടാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ റഹ്മാൻ്റെ അടിമ എന്ന് വിശുദ്ധ ഖുർആൻ. അഥവാ നമുക്ക് സാമ്പത്തിക ശുദ്ധി വേണമെന്നാണ് ഈ ആയത്തിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. നാം അധ്വാനിക്കുന്ന അധ്വാനങ്ങൾ, ആ അധ്വാനങ്ങളിലൂടെ ഉണ്ടാക്കപ്പെടുന്ന സമ്പത്തും അത് ചെലവഴിക്കപ്പെടുന്ന മാർഗവും, ഈ രണ്ടു മാർഗത്തെക്കുറിച്ചും ചോദിക്കപ്പെടാതെ മഹ്ശറയിൽ നിന്നും ഒരാളെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പറഞ്ഞയക്കില്ല എന്ന് വിശുദ്ധ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ പ്രത്യേകമായി നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു കാര്യം, പുതിയ കാലത്തെ നമ്മുടെ സൽക്കാരങ്ങളും കല്യാണങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെയോ പേരും പെരുമയും വെച്ചുകൊണ്ടുള്ള പുതിയ പുതിയ പദ്ധതികളും ആവിഷ്കാരങ്ങളും ഒരുപക്ഷെ നമ്മുടെ തലമുറ മുൻകഴിഞ്ഞ ആളുകളാരും അറിയാത്ത കാണാത്ത ഓരോ ആർഭാടങ്ങളും ആഭാസങ്ങളും
നമ്മുടെ ജീവിതത്തിലും കയറിക്കൂടി മെല്ലെ മെല്ലെ നമ്മളെ വത്സിച്ചു കൊണ്ടിരിക്കുകയാണ്, ഗ്രസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മുഅ്മിനിൻ്റെ അടയാളം എന്താണെന്ന്, അള്ളാഹുവിൻ്റെ അടിമയുടെ അടയാളം എന്താണെന്ന് നമ്മെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ടത്. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫു, ചെലവഴിക്കുന്നുവെങ്കിൽ മിതത്വം പാലിക്കുന്നവർ. എന്നാൽ അവനവൻ്റെ മക്കളുടെ കല്യാണം, അവനവൻ്റെ പുരയുടെ കുടിയിരിക്കൽ, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലെ കാര്യപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള സൽക്കാരങ്ങൾ, ഇതൊന്നും നടത്തണ്ട എന്നൊന്നും ഇസ്ലാം ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മുഅ്മിനീങ്ങൾ പരസ്പരം അഫ്ശുസ്സലാമ, നിങ്ങൾ സലാമിനെ പരത്തണമെന്നും വഅത്ഇമുത്ത്വആമ, ഭക്ഷണം കൊടുക്കണമെന്നുമൊക്കെ വിശുദ്ധ ഇസ്ലാം തന്നെയാണ് നമ്മോട് പറഞ്ഞത്. അഥവാ സൽക്കരിക്കണമെന്നും മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും പരസ്പരം ഇടക്ക് കാണണമെന്നും സൗഹൃദം പുലർത്തണമെന്നുമൊക്കെ ഇസ്ലാം ഇടക്കിടക്ക് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ആ ഓർമ്മപ്പെടുത്തലുകളുടെ ഏറ്റവും മേലെയായി കാണുന്നത് ഇങ്ങനെയുള്ള സൽക്കാരങ്ങളും കല്യാണങ്ങളും എല്ലാം നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അഥവാ മറ്റുള്ളവർ കാണുന്ന ഒരു കാര്യത്തിന് വേണ്ടി, മറ്റുള്ളവർ പറയട്ടെ, അത് കണ്ടിട്ട് വേണം, കേട്ടിട്ട് വേണം ഒന്ന് ആസ്വദിക്കാൻ, അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരൻ ചെയ്തതിലപ്പുറം ഇൻഷാ അല്ലാഹ് അടുത്ത തവണ ഈ കല്യാണത്തിൽ, ഈ സൽക്കാരത്തിൽ അതിലപ്പുറം കാണിക്കണമെന്നുള്ള ഒരു ത്വര, ഒരു ജിജ്ഞാസ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വരേണ്ടതില്ല. അതൊക്കെ വെറുതെയാണ്. നാം നമ്മുടെ കഴിവുള്ള സമയത്ത് അധ്വാനിക്കുന്ന അധ്വാനങ്ങൾ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, നമ്മുടെ ശാരീരികമായ അവസ്ഥ അതിന് വഴങ്ങിയത് കൊണ്ടാണല്ലോ. അള്ളാഹു നമ്മുടെ ഈ ആരോഗ്യത്തെ ഒരു നിമിഷം മതി നമുക്ക് നമ്മിൽ നിന്നും എടുത്തു മാറ്റിക്കളയാൻ. അതുവഴി നമ്മുടെ ആരോഗ്യം നശിക്കുന്നത് വഴി, നാം രോഗബാധിതനാകുന്നത് വഴി, നമ്മുടെ സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള ആ വലിയ വഴി നമുക്ക് അടഞ്ഞു പോകുക തന്നെ ചെയ്യും. അള്ളാഹു നമുക്ക് ആരോഗ്യം നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ ഉള്ള വർക്കിലും ഉള്ള ജോലിയിലും അധ്വാനത്തിലും അള്ളാഹു വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്, ഏതു കാര്യങ്ങളിലും മിതത്വം പാലിക്കണേ. ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസ്, നിങ്ങൾ ഉമ്മത്തൻ വസതൻ, ഒരു മധ്യ നിലപാടുള്ള ആളുകളാവണേ എന്ന് വിശുദ്ധ ഖുർആൻ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നത് കാണാം, വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, നിങ്ങൾ ഒരിക്കലും അമിതം കാണിക്കരുതേ. വേണ്ടാത്ത കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ പണം ചെലവഴിക്കരുത്, നിങ്ങളുടെ അധ്വാനങ്ങളെ ചെലവഴിക്കരുത്, നിങ്ങളുടെ ശരീരത്തെ ചെലവഴിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, അവര് ഇബ്ലീസിന്റെ ആളുകളാണ്, അവർ പിശാചിന്റെ ആളുകളാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അമിതം കാണിക്കുന്നവർ പിശാചിന്റെ ആളുകളാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുവെങ്കിൽ അതൊരിക്കലും ഒരു കളവായ വാക്കല്ല. കാരണം വിശുദ്ധ ഖുർആൻ കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞത് അപ്രകാരം തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും അമിതം കാണിക്കരുത്, വലാ തുസ്രിഫു, നിങ്ങൾ ഒരിക്കലും അമിതം കാണിക്കരുത്, മിതത്വമേ നിങ്ങൾ കാണിക്കാവൂ എന്ന് വിശുദ്ധ ഖുർആനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സമ്പത്ത് അത് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ സമ്പത്തിനെ കുറിച്ച് ഖൈർ എന്നാണ് പ്രയോഗിച്ചത്, ഖൈർ എന്ന്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആദിയാത്തിൽ നമുക്ക് ആയത്ത് കാണാം. ഖൈർ എന്ന പ്രയോഗമാണ് അവിടെ, സമ്പത്താണ് ഈ ഖൈറിന് അർത്ഥമെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ മുഴുവനും രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ ഖൈർ എന്നുള്ള ഏറ്റവും നല്ല ഒരു പ്രയോഗം തന്നെ സമ്പത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഖിയാമൽ ലിന്നാസ്, മറ്റൊരു ആയത്തിൽ ഇങ്ങനെയും കാണാം, ജനങ്ങളുടെ നിലനിൽപ്പ് തന്നെ സമ്പത്താണ് എന്നുള്ളത്. അപ്പോൾ അള്ളാഹു നമുക്ക് സമ്പത്ത് തരുക എന്നുള്ളത്, നമുക്ക് അധ്വാനിക്കാൻ ശേഷി തരുക എന്നുള്ളത്, അതുവഴി നമുക്ക് ധാരാളം സമ്പത്തുകൾ അള്ളാഹു നൽകുക എന്നുള്ളത് വലിയ ഖൈറായ കാര്യമാണ്, ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ ആ കിട്ടിയ സമ്പത്തും നമുക്ക് അള്ളാഹു നൽകിയ, ഓശാരമായി നൽകിയ ഈ സംഗതിയും എല്ലാം
അള്ളാഹു ഇഷ്ടപ്പെട്ട ആവണമെങ്കിൽ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വഴിക്ക് പോവണമെങ്കിൽ നമ്മൾ വിശുദ്ധ ഖുർആൻ ആരാഞ്ഞ ഇദാ അൻഫഖൂ ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. നിങ്ങൾ ചെലവഴിക്കാൻ കരുതുകയാണെങ്കിൽ നിങ്ങൾ മിതം കാണിക്കണം. നിങ്ങൾ ഒരിക്കലും പിടിച്ചു വെക്കുകയും ചെയ്യരുത്. നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് നിങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യണം. നിങ്ങളുടെ അയൽപ്പക്കത്ത് വിശന്നിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പിച്ചിരിക്കണം. എൻ്റെ അയൽപ്പക്കത്തുള്ള ആളിന് വസ്ത്രമില്ല എങ്കിൽ നിങ്ങൾ അവനെ ഉടുപ്പിക്കുക തന്നെ ചെയ്യണം. നമ്മളുടെ ഹജ്ജ്, ഉംറ എന്നിവയൊക്കെ ഫറദായ കാര്യങ്ങൾ നിർവഹിച്ചതിനു ശേഷം നമ്മുടെ അയൽപ്പക്കത്തു ഇങ്ങനെ കാണുന്ന പ്രയാസങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഉംറക്കും നമ്മുടെ ഹജ്ജിനൊന്നും അവിടെ പ്രസക്തിയില്ലെന്നാണ് ഫുഖഹാ നമ്മെ പഠിപ്പിച്ചത്. കാരണം അയൽപ്പക്കത്ത് പട്ടിണി കിടക്കുന്നുണ്ട്, അയൽപ്പക്കത്ത് വസ്ത്രമെടുക്കാത്തവനുണ്ട്, അയൽപ്പക്കത്ത് വളരെ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ട്, യാതനകൾ അനുഭവിച്ചുകൊണ്ട് തള്ളി തള്ളി നീക്കുന്ന നമ്മുടെ കൂട്ടുകാരുണ്ട്, നമ്മുടെ കുടുംബത്തിലുള്ളവരുണ്ട്. അയൽപ്പക്കത്തുള്ള നമ്മുടെ മുഅ്മിനീങ്ങളുണ്ടെങ്കിൽ അവിടെ ഹജ്ജിനേക്കാളും, സുന്നത്തായ ഹജ്ജിനേക്കാളും ഉംറയേക്കാളും ഏറ്റവും വലിയ മാഹാത്മ്യം ആ കൂട്ടുകാരനെ, അയൽപ്പക്കത്തുള്ളവനെ വേണ്ട കാര്യത്തിൽ അവനെ സാന്ത്വനിപ്പിക്കുക എന്നതാണെന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേകിയ സമ്പത്ത് കൊണ്ട് നന്മകൾ ധാരാളം ചെയ്യാനുള്ള വഴികൾ അല്ലാഹു തരുമാറാവട്ടെ, ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. നമ്മുടെ വീടുകളും നമ്മുടെ പരിസരങ്ങളും അതെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ്. മറ്റുള്ളവർ കാണണമെന്നുള്ള മോഹം നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഏതു പ്രവർത്തനങ്ങളിലും ഇഖ്ലാസ് പോയി പോകും. അവിടെയൊക്കെ നമ്മുടെ താഴ്മ നഷ്ടപ്പെട്ടു പോകും. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വീടും നമ്മുടെ പരിസരവും നമുക്ക് വേണ്ടിയുള്ളതാവണം, നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ളതാവണം. നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്കുള്ളത് ആ ഒരു പരിധിക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ മാത്രം മതി. മറ്റുള്ളവരെ കാണാനോ കേൾപ്പിക്കാനോ അറിയാനോ ഉള്ള സംവിധാനങ്ങളൊന്നും നമുക്ക് വേണ്ട എന്നു തന്നെയാണ് വിശുദ്ധ ഖുർആന്റെ ഈ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല, സാമ്പത്തിക ക്രിയവിക്രയം ചെയ്യേണ്ടത് എപ്പോഴാണെന്നും അതിനെ എങ്ങനെ പഠിപ്പിക്കണമെന്നുമൊക്കെ ഇസ്ലാം തന്നെ മാതാപിതാക്കൾക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ. മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കേണ്ട ദൗത്യങ്ങളിൽ പെട്ടതാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്നാൽ ഒരു കുട്ടി അവൻ തൻ്റെടവാനായി അവൻ യുവാവാവുന്നത്, അവൻ ഒരു പുരുഷനാവുന്നത് എപ്പോഴാണ് എന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ സാമ്പത്തിക രംഗത്ത് ക്രിയവിക്രയം ചെയ്യാൻ, വാങ്ങൽ കൊടുക്കലുകൾ ചെയ്യാൻ അവർക്ക് തൻ്റെ ഇടമുണ്ടാകുമ്പോഴാണ് ഒരു വ്യക്തി, ഒരു കുട്ടി അവൻ തൻ്റെ ഇടവാനായി പ്രായം തികയുന്നവനാവുക. അതുവരെ അവൻ്റെ സംരക്ഷണം മാതാപിതാക്കൾക്കാണ് എന്ന് നമ്മുടെ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത് കാണാം. അഥവാ സാമ്പത്തിക രംഗത്തുള്ള നമ്മുടെ കുട്ടിയുടെ ഭദ്രതയും അവൻ്റെ കുശാഗ്രതയും അതാണ് ഇസ്ലാം ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മുടെ ഒരു കുട്ടിയെ കടയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ സാധനത്തിൻ്റെ ഓരോന്നിൻ്റെയും വില ചോദിച്ച് അവൻ മനസ്സിലാക്കി അതിൻ്റെ വില പേശിയിട്ട് അതിന് വില എത്രത്തിൽ താത്താൻ കഴിയുമോ ആ രൂപത്തിൽ, അതൊക്കെ കഴിയാവുന്ന രൂപത്തിൽ അവന് പ്രാപ്തിയുണ്ടെങ്കിൽ നമുക്കവനെ കടയിലേക്ക് പറഞ്ഞേക്കാൻ സാധിക്കും. അവന് ബുലൂഗുണ്ട്, അവന് റഷീദായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നൊക്കെ ഫുഖഹാ പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ നമ്മൾ കടയിലേക്ക് ഒരു കുഞ്ഞിനെ പറഞ്ഞയച്ച് നമ്മൾ കാശ് കൊടുത്ത് അവന് തോന്നിയത് വാങ്ങുന്നു, വില എത്രയാണെന്ന് ചോദിക്കുന്നില്ല, അറിയുന്നില്ല, കൊടുത്ത കാശിന് സാധനം വാങ്ങിപ്പോരുന്നു എന്നതല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ചെറിയ കുട്ടികളെ, പിഞ്ചോമനകളെ പറഞ്ഞേക്കുന്നത് ഇതിന് ഒരിക്കലും അപവാദവുമല്ല. ഞാൻ പറഞ്ഞത് ഒരു കുട്ടി തൻ്റെ ഇടവാനായി പ്രായം തികയുന്നു എന്നറിയാൻ, ബോധ്യപ്പെടാൻ ഏറ്റവും നല്ല മാർഗം അവന് സാമ്പത്തിക ക്രിയവിക്രയം ചെയ്യുന്നുണ്ടോ എന്ന അറിയൽ കൂടെയാണ്. അതുവരെ അവൻ്റെ ബാധ്യത മാതാപിതാക്കൾക്കാണ് എന്നും ഫുഖഹാ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ രൂപത്തിലാണ് നമ്മുടെ സാമ്പത്തിക രംഗം ഉള്ളത്. ഉള്ള സമ്പത്തെല്ലാം ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ കയ്യിൽ ധർമ്മിഷ്ഠരായ ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. കയ്യിലുള്ളത് മുഴുക്കെ കൊടുത്താൽ സ്വാഭാവികമായും കൊടുക്കണം എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട ആ ഒരു അളവ് വെച്ച് കൊടുക്കണമെന്നാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുകളും നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സമ്പത്ത് മുഴുക്കെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈമാൻ എവിടെയാണ്? നമ്മുടെ ഈമാൻ എവിടെയാണ്? സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈമാനും
ഈ സദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മറ്റു ചെലവുകളും കുടുംബത്തിൻ്റെ ചെലവുകളും വഹിക്കുന്ന കാര്യങ്ങളുമൊക്കെ അള്ളാഹുവിൽ ബലമേൽപ്പിച്ചതായിരിക്കാം. നമുക്കത് ഇവിടെ ഇപ്പോൾ ഒരിക്കലും അനുകരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇതേ സംഭവം തന്നെ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, എൻ്റെ സമ്പത്ത് മുഴുവനും മുത്തുനബിയെ ഈ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഞാൻ ചെലവഴിക്കാൻ തയ്യാറാണ്, ചെലവഴിക്കുകയാണ് എന്ന് പറഞ്ഞപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അരുത്, നീ അത് മുഴുവനും നൽകേണ്ടതില്ല. അപ്പോൾ ഇതിൽ 2 ഭാഗം, 2 ഭാഗവും ഞാൻ ദീനുൽ ഇസ്ലാമിന് ചെലവഴിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേണ്ട. അങ്ങനെ 1/3 മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് ചെലവഴിക്കാൻ വേണ്ടി തയ്യാറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം കൊടുത്തു എന്നും ചരിത്രത്തിൽ കാണാം. അഥവാ തൻ്റെ ഭൃത്യർ, തൻ്റെ അടിമകൾ, തൻ്റെ മാതാപിതാക്കൾ, തൻ്റെ ഭാര്യ, മക്കൾ, ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ കരുതി വെക്കേണ്ടതിൻ്റെ അനിവാര്യതയെയാണ് വിശുദ്ധ ഇസ്ലാമും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൽപ്പിക്കുന്നത്. ഉള്ളതെല്ലാം കൊടുത്ത് നമ്മളിങ്ങനെ അന്തിച്ചു നിൽക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവരുത്. എല്ലാത്തിനും ഒരു മിതത്വം വേണം, അവിടെയും മിതത്വം വേണം. നമ്മുടെ മാതാപിതാക്കളുടെ ചെലവ്, ഭാര്യയുടെ ചെലവ്, നമുക്ക് ഭാവിയിൽ നമ്മുടെ മക്കൾക്ക് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ മറ്റു കാര്യങ്ങൾ, അതിൻ്റെ ചെലവുകളും ഒക്കെ നമ്മളിങ്ങനെ കാൽക്കുലേഷൻ ഉള്ളത് കൊണ്ട് ചെയ്ത് മുന്നോട്ട് പോവേണ്ടതുണ്ട്. ശുദ്ധ ഖുർആൻ എല്ലാം അങ്ങ് കൊടുക്കണം എന്നും പറയുന്നില്ല, അതിലും മിതത്വം കാണിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് നീ മുഴുവനും കൊടുക്കണ്ട എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും താക്കീത് നൽകിയതും. മാത്രമല്ല, മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു നമ്മൾ നേരത്തെ ഓതിയ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, അൻതദറ വദറസതക അഗ്നിയാ ഖൈറും മിൻ അൻതദറഹു യതഖഫഫൂന അന്നാസ. നീ നിന്റെ കുടുംബക്കാർക്ക് വേണ്ടി ധാരാളം അവർക്ക് വേണ്ട സൗകര്യങ്ങൾക്ക് വേണ്ടി നീ കാര്യങ്ങൾ ഒരുക്കി വെച്ചാൽ അവർ ഐശ്വര്യവാന്മാരായി മാറുക എന്നുള്ളതാണ് നിനക്ക് ഏറ്റവും വലിയ ഖൈർ. അവർ മറ്റുള്ളവർക്ക് മുമ്പിൽ കൈ കാണിച്ചു പോവേണ്ട, അവർ മറ്റുള്ളവർക്ക് മുമ്പിൽ അവഹേളിതരായി പോവേണ്ട ഒരു ഘട്ടം ഉണ്ടാവുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നിന്റെ കുടുംബവും സാമ്പത്തിക ശുദ്ധി കൈവരിച്ച് സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നവരായി മാറുകയാണ് നല്ലത് എന്ന് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. കുടുംബവും നമ്മളും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരും സാമ്പത്തികമായി ഭദ്രതയുള്ള ആളുകളായി മാറണമെന്നാണ് വിശുദ്ധ ഖുർആൻ ഇതിലൂടെ നമ്മെ സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ ചെയ്തികൾ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതില്ല, മറ്റുള്ളവരെന്തു ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കേണ്ടതുമില്ല. നമുക്ക് അർഹമായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുക, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ വാങ്ങുക, നാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുക്കി വെക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലെല്ലാം വ്യാപൃതരാവുക. നമ്മുടെ കുടുംബത്തിലെ മക്കൾ, നമ്മുടെ കുടുംബത്തിലെ ഭാര്യ, നമ്മുടെ കുടുംബത്തിൽ അവശരായ ആളുകൾ, അവർക്ക് വേണ്ട ചികിത്സാ സഹായങ്ങൾ, അവർക്ക് വേണ്ട സാമ്പത്തികമായ സഹായങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് നാം ചെയ്യേണ്ട കർമ്മങ്ങൾ, അതിനൊക്കെ വേണ്ടിയുള്ള സമ്പാദ്യം നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഉണ്ടാക്കി വെക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ്റെ ഈ ധ്വനികൾ, ഈ ആയത്തുകൾ നമ്മെ തെര്യപ്പെടുത്തുന്നത്. മാത്രമല്ല, അവരുടെ ഭക്ഷണവും വസ്ത്രവും വാഹനവും, ഇത് പാവങ്ങളുടെ പ്രയാസപ്പെടുത്തുന്ന നമ്മുടെ വസ്ത്രങ്ങളും നമ്മുടെ വേഷവിധാനങ്ങളും നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളും ഭക്ഷണങ്ങളും, ഇതൊന്നും പാവപ്പെട്ടവരെ ഒരിക്കലും പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നും വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അഥവാ നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, ആ കുടുംബമൊക്കെ സുസ്ഥിരമായി കഴിയുന്നുണ്ട്. നമ്മുടെ അയൽപ്പക്കത്ത് വേദനിച്ച് കഴിയുന്നവരുണ്ടെങ്കിൽ അവരുടെ വേദന മാറ്റാനാണ് നാം ആദ്യം തുനിയേണ്ടത്. കാരണം നമ്മുടെ സ്വാസ്ഥ്യം നിറഞ്ഞ അന്തരീക്ഷം കാണുമ്പോൾ, നമ്മുടെ ഇങ്ങനെയുള്ള വേഷവിധാനങ്ങളും സംവിധാനങ്ങളും കാണുമ്പോൾ അവർക്ക് പ്രയാസമുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരിക്കലും മറ്റൊരാളുടെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, നമ്മുടെ വാഹനം, മറ്റു സൗകര്യങ്ങളിൽ വ്യാപൃതരാവരുത് എന്നും വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ നമ്മുടെ അയൽപ്പക്കത്തുള്ള ആളുകൾ, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ പ്രയാസം അനുഭവിക്കുന്നവർ, അവർക്ക് വേണ്ട സാന്ത്വനം തീർച്ചയായും നമ്മുടെ സമ്പത്തിൽ നിന്നും നമ്മൾ കരുതി വെക്കണമെന്നാണ്
ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കുടുംബത്തിലുള്ള പാവങ്ങൾക്ക് വലിയ സഹായം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ വിശുദ്ധ റമദാനിൽ അള്ളാഹു ധാരാളം റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിൽ അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ചോദിച്ചതെല്ലാം നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനും അതുതന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പാവങ്ങൾക്ക്, അശരണർക്ക് താങ്ങാകുന്ന രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും വ്യാപൃതരാവാൻ നമുക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെലവഴിച്ച സമ്പത്തിനെക്കുറിച്ചും ചെലവഴിച്ച വഴിയെക്കുറിച്ചും എവിടെ നിന്ന് സമ്പാദിച്ചു എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കാതെ ഒരടി മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കില്ല. അള്ളാഹു നമുക്ക് സാമ്പത്തിക ശുദ്ധി കൈവരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്യൻ്റെ മുതൽ, അനാഥരുടെ മുതൽ, അനർഹപ്പെട്ട ആളുകളുടെ മുതൽ, തൊഴിലാളികൾ, നമ്മുടെ കടയിലോ നമ്മുടെ പരിസരങ്ങളിലോ ജീവിക്കുന്ന നാം പണം കൊടുത്ത് ശമ്പളം കൊടുത്ത് നിർത്തുന്ന ആളുകൾ, അവർക്കുണ്ടാകുന്ന പീഡനം, അവരെ പീഡിപ്പിച്ചുകൊണ്ട് അവർക്ക് പ്രയാസം വരുത്തിക്കൊണ്ട് നാം ഉണ്ടാക്കുന്ന സമ്പാദ്യങ്ങളിലൊന്നും ബറക്കത്തുണ്ടാവുകയില്ല. വേണ്ട കാര്യത്തിൽ അവരെ ശകാരിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിന് അർത്ഥം. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ, അവർ നമ്മുടെ വൃത്യരാവാം, നമ്മുടെ അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഖാദിമുകളാവാം, ആരാണെങ്കിലും അവർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു കൊടുത്ത ആ ഒരു സ്നേഹമസൃണമായ ജീവിതം, ആ ജീവിതത്തിലൂടെ നമ്മൾ അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സമ്പാദ്യമുണ്ടാക്കുന്നുവെങ്കിൽ അതിൽ ബറക്കത്തുണ്ടാകും. കാരണം മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്, 10-12 വർഷത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞാൻ ഖിദ്മത്ത് ചെയ്തു. ഛേ എന്ന വാക്കുപോലും ഒന്ന് വെറുത്തുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോടൊന്നും സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. ഇതായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ സ്വഭാവം നമ്മുടെ കൂടെ ജീവിക്കുന്നവരോടും നമുക്കുണ്ടാവണം. അങ്ങനെ നമ്മൾ അധ്വാനിക്കുന്നുവെങ്കിൽ ആ അധ്വാനത്തിൽ വലിയ ബറക്കത്തുണ്ടാകും, ആ സമ്പത്തിൽ വലിയ ബറക്കത്തുണ്ടാകും. മാത്രമല്ല മഹാനായ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കിയയിൽ പറയുന്ന ബൈത്ത് കാണാം, വഖന ബിതർകിൽ മുഷ്തഹ വൽ ഫാഖിരി മിൻ മത്അമിൻ വമലാബിസിൻ വമനാസില. നമ്മൾ മറ്റാരെങ്കിലും ചെയ്തു വെച്ച നന്മകൾ കണ്ടുകൊണ്ട് അത് നമ്മുടെ കണ്ണിനെ കുളിർമയാക്കിയെങ്കിൽ അത് കണ്ട് മോഹിച്ചുകൊണ്ട് നമ്മൾ ആരും നടക്കേണ്ടതില്ല. വഖന ബിതർകിൽ മുഷ്തഹ വൽ ഫാഖിരി, അഭിമാനം നടിക്കുന്നതിൽ നിന്നും അതുപോലെ തന്നെ ഈ ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നിനക്ക് പടച്ച റബ്ബ് ഏകിയതിൽ നീ തൃപ്തിപ്പെട്ടോ. അതെന്തിനാൽ മിമ്മത്അമിൻ വമലാബിസിൻ വമനാസില, നിന്റെ വീട്, നിന്റെ ഭക്ഷണം, നിന്റെ വസ്ത്രം, ഈ കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരുടേത് കണ്ട് മേനിതടക്കാൻ ഒരിക്കലും നീ ആഗ്രഹിക്കണ്ട. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ആണ് വിശുദ്ധ ഖുർആനും വിശുദ്ധ ഹദീസും മഹാന്മാരും നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കിയയിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇമാമുൽ ഉമ്മ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്ന ഒരു ബൈത്ത് കാണാം, അമിത്തു മതാമിഇ ഫഅറഹ്തു നഫ്സി فإن النفس ما طمعت تهون وأحييت القنوع وكان ميتا ففي إحيائه عرض مصون. മഹാനവറുകൾ പറയുന്നു, അമിത്തു മതാമിഇ, ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെയൊക്കെ മരിപ്പിച്ചു കൊന്നുകളഞ്ഞു. ഫഅറഹ്തു നഫ്സി, അപ്പോൾ എൻ്റെ നഫ്സിന്, എൻ്റെ സ്വശരീരത്തിന് വല്ലാത്ത റാഹത്ത് വന്നു കഴിഞ്ഞു. ഫഇന്ന النفس ما طمعت تهون, നമ്മുടെ നഫ്സ് ആഗ്രഹിക്കുന്നതെല്ലാം നടപ്പിലാക്കുക എന്നുള്ളത് തഹൂനു, നമ്മളെല്ലാവരും നിസ്സാരരായി പോകുന്ന കാര്യമാണ്. ആഗ്രഹിക്കുന്നതെല്ലാം നടപ്പിലാവണമെന്നില്ല, മറിച്ച് പടച്ച റബ്ബ് നമുക്കേകിയത് കൊണ്ട് നാം ജീവിക്കുക എന്നതിലാണ് നമ്മുടെ സ്വശരീരത്തിന് റാഹത്തുണ്ടാവുക എന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട്, വഅഹ്യൈതുൽ ഖുനൂഅ വകാന മയ്യിത, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ള സംഗതിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ട് നടന്നു. വഖാന മയ്യിത, നേരത്തെ അതുണ്ടായിരുന്നില്ല, ഇപ്പോൾ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ട് നടന്നു. ഇപ്പോൾ ഖനാഅത്ത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഫഫീ ഇഹ്യാഇഹി ഇർദുൻ മസൂനുൻ, ആ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ള കാര്യത്തിൽ വലിയ പവറുണ്ട്, വലിയ സന്തോഷമുണ്ടെന്നും
മഹാനായ ഇമാമുന ശാഫിഈ ഇമാമുൽ ഉമ്മ റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് നമ്മുടെ സാമ്പത്തിക രംഗത്തുണ്ടാവേണ്ട ഭദ്രതയും സുരക്ഷിതത്വവും എന്നാണ് നമ്മെ ഈ വരികളും ഈ മഹാന്മാരുടെ പ്രയോഗങ്ങളും പരിചയപ്പെടുത്തുന്നത്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ നമ്മൾ പറഞ്ഞു, ഈ ആയത്തിൻ്റെ മറ്റൊരു ഭാഗത്താണല്ലോ വലം യഖ്തുറു, നിങ്ങൾ സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കണം, അമിതം കാണിക്കരുത്, എന്നാൽ പിടിച്ചു വെക്കരുത്. ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. സക്കാത്ത് കൊടുക്കാത്തവർ. ധാരാളം സമ്പത്തുണ്ട്, സക്കാത്ത് കൊടുക്കുന്നില്ല. ധാരാളം സമ്പത്തുണ്ട്, സ്വതക്ക നൽകുന്നില്ല. ധാരാളം സമ്പത്തുണ്ട്, മറ്റുള്ളവരെ സഹായിക്കുന്ന രംഗത്ത് അവരെ കാണുന്നില്ല. ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാൻ. ഒരാളും നേരം വെളുക്കുന്നില്ല, രണ്ട് മലക്കുകൾ അവർക്ക് സാക്ഷിയായി ഇറങ്ങിയിട്ടല്ലാതെ. ഫയഖൂലു അഹദുഹുമ, അതിൽ നിന്ന് ഒരാൾ പറയും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ നീ ചെലവഴിക്കുന്നവർക്ക്, അഅതി മുൻഫിഖൻ ചെലവഴിക്കുന്നവർക്ക് നീ നൽകണം, ഖലഫൻ നീ അവർക്ക് ബാക്കി ഭാഗത്ത് നൽകണം, അവർക്ക് അധ്വാനത്തിന് ഫലം കാണിച്ചു കൊടുക്കണം, അവർക്കൊരു പിൻഗാമിയെ നിശ്ചയിക്കണം, അവരുടെ അധ്വാനത്തിന് ഫലം കാണിക്കണം, ഫലം കാണുക തന്നെ ചെയ്യും. അഅതി മുൻഫിഖൻ ഖലഫ എന്ന് ഒരു വിഭാഗം മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും, ദുആ ചെയ്തുകൊണ്ടിരിക്കും. വയഖൂലുൽ ആഖിറു, മറ്റുള്ള ആളുകൾ, മറ്റുള്ള മലക്ക് പറയും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, പടച്ചോനെ പിടിച്ചു വെക്കുന്ന ആളുകൾ, സമ്പത്തുണ്ടായിട്ടും അത് സദഖ നൽകാതെ, സകാത്ത് നൽകാതെ, അത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുന്നത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് തലഫൻ, അവർക്ക് നാശത്തെ നൽകണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നു. നോക്കൂ നിങ്ങൾ, സമ്പത്ത് നൽകുന്ന ആളുകൾ, നൽകപ്പെട്ട ആളുകൾ അവർ ചെലവഴിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹു അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകിക്കൊണ്ടേയിരിക്കും. ചെലവഴിക്കും തോറും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അഅതി മുൻഫിഖൻ ഖലഫൻ, അവർക്ക് അതിൻ്റെ ബാക്കി ഭാഗം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ പിടിച്ചു വെക്കുന്നവർക്ക് അള്ളാഹു അവരുടെ അധ്വാനത്തിൽ തടയപ്പെടും. അവരുടെ സമ്പത്തിൽ അള്ളാഹു പ്രത്യേകമായ ഒരു തട സൃഷ്ടിക്കുമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. സക്കാത്ത് കൊടുക്കണം, സ്വതക്ക നൽകണം. ഈ നൽകുന്ന ഘട്ടത്തിൽ അർഹർക്ക് നമ്മളത് നൽകുക തന്നെ ചെയ്യണം. പ്രത്യേകമായി ഉസ്താദുമാർക്കേ സ്വതക്ക നൽകാവൂ എന്നില്ല, ഉസ്താദുമാർക്കേ സക്കാത്ത് കൊടുക്കാവൂ എന്നില്ല. സക്കാത്ത് കൊടുക്കേണ്ട അർഹർ, ഒരുപക്ഷേ സക്കാത്ത് കൊടുക്കേണ്ട അർഹരായിരിക്കില്ല ഉസ്താദുമാരിൽ ചിലർ. അതുകൊണ്ട് ഉസ്താദുമാരെ എല്ലാവരെയും ഒരുപോലെയല്ല കാണേണ്ടത്. നമ്മളെല്ലാവരെയും പരിശോധിക്കണം, അവരുടെ ജീവിതം പരിശോധിക്കണം, അവരുടെ അധ്വാനം പരിശോധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ അയൽപ്പക്കത്തുള്ളവർ, കുടുംബത്തിലുള്ള പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ തയ്യാറെടുപ്പായി തന്നെ മാറണം. പ്രത്യേകിച്ച് വിശുദ്ധ റമദാനിൽ സക്കാത്ത് ഒരിക്കലും നമ്മൾ അനർഹർക്ക് കൊടുത്താൽ നമ്മുടെ സമ്പത്ത് ശുദ്ധിയാവുകയില്ല. അതുകൊണ്ട് കണ്ടെത്തി കടമുള്ള ആളുകൾ, അതുപോലെ തന്നെ പ്രയാസപ്പെടുന്ന ആളുകൾ, ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന, എന്നും അധ്വാനിക്കുന്നുണ്ട്, എന്നും ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷേ അത് തൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ, അവർക്ക് ഭക്ഷണത്തിന്, അവരുടെ പാർപ്പിട സൗകര്യത്തിന് മതിയാവുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ആളുകൾ എത്രയോ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൂട്ടുകാരിലുണ്ടാവാം. അവർക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കണം, അവർക്ക് വേണ്ടി സ്വതക്കകൾ നൽകിക്കൊണ്ടിരിക്കണം. ആ കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ നല്ലോണം ഉണ്ടാവണം. സക്കാത്ത് കൊടുക്കുമ്പോൾ ഏതെങ്കിലും കമ്മിറ്റികളിലേക്കോ, പള്ളികളിലേക്കോ, മദ്രസകളിലേക്കോ, സ്ഥാപനങ്ങളിലേക്കോ സക്കാത്ത് കൊടുത്താൽ അതൊരിക്കലും സക്കാത്ത് വീടുകയില്ല. നമ്മുടെ സമ്പത്തിൽ നിന്ന് അള്ളാഹു കൊടുക്കാൻ പറഞ്ഞ നമ്മുടെ സമ്പത്ത് ശുദ്ധിയാവാനുള്ള കാര്യമാണ് സക്കാത്ത് എന്നുള്ളത്. സക്കാത്ത് അത് അനർഹരുടെ മുതലാണ്. അതുകൊണ്ട് അത് കൊടുക്കുക എന്നുള്ളത് ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ തന്നെ കൊടുക്കണം. വ്യക്തികൾക്ക് കൊടുക്കണം. അതിനെ ഏൽപ്പിച്ചാലും, ഒരാളെ ഏൽപ്പിച്ചാലും വ്യക്തികൾക്ക് അത് കൊടുക്കാവൂ.
അർഹർക്കേ കൊടുക്കാവൂ എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ കാര്യത്തിൽ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. മഹാനായ ബഹ്റുൽ ഉലൂം ഓക്കെ ഉസ്താദ് നബ്ബറല്ലാഹു മർഖദഹു ഉസ്താദ് അവരുടെ ചരിത്രത്തിൽ, അവരുടെ ജീവിത ചരിത്രത്തിൻ്റെ പുസ്തകത്തിൽ കാണാവുന്നതാണ്. ദർസ് നിർത്തിക്കഴിഞ്ഞാൽ ചാലിയത്ത് ദർസ് നവാനിലോ മറ്റോ ചാലിലേത്തേക്ക് പോവില്ല. കാരണം ഉസ്താദ് അവർകൾ പറയുന്നുണ്ട്, ആളുകൾ സക്കാത്തിൻ്റെ മുതൽ അറിയാതെ എനിക്ക് തന്നാലോ, ഞാൻ സക്കാത്തിന് അർഹനല്ലല്ലോ എന്ന് പറഞ്ഞ് സക്കാത്തിൻ്റെ മുതൽ അഥവാ അന്യൻ്റെ മുതൽ എന്നിലേക്ക് എത്തുക എന്നുള്ളത് പ്രയാസമായി മാറുന്ന മഹാനായ ബഹ്റുൽ ഉലൂം ഓക്കെ ഉസ്താദ്. അങ്ങനെയുള്ള ചരിത്രങ്ങളാണ് നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദുകളുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർ, മാതാപിതാക്കൾ അല്ലാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.